എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പക്കവടയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു നാടൻ 4 മണി പലഹാരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. പക്കവട തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി, അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഇതിൻ്റെ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി, അപ്പം മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് നന്നായിട്ട് പൊടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചെടുത്തത്. അപ്പം കുരുമുളകും പെരിഞ്ചീരകമൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനെ കൊണ്ട്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇപ്പോൾ 1/2 ടീസ്പൂൺ വരെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 ടീസ്പൂൺ എണ്ണ നന്നായിട്ട് ചൂടാക്കിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എണ്ണ ഇങ്ങനെ ചൂടാക്കി ചേർക്കുമ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അധികം എണ്ണയൊന്നും പക്കാവടയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർക്കുമ്പോൾ വീട്ടിലൊക്കെ പൊടിക്കുമ്പോൾ നിറയെ തരിയായിട്ടായിരിക്കും കിട്ടുന്നത്. അത് ഒരു തേയില അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരിച്ച് തരിയൊന്നും ഇല്ലാതെ വേണം ചേർക്കാൻ, അല്ലെങ്കിൽ നമ്മളിത് പക്കാവട പിഴിയുമ്പം അത് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ചിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം ഈ ഒരു കടലമാവിൻ്റെ അകത്ത് അധികം വെള്ളമായി പോയി കഴിഞ്ഞാൽ ഇത് ഒത്തിരി ലൂസായി പോകും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന കൂട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ആദ്യമൊക്കെ കുഴയ്ക്കുമ്പോൾ ഈ കടലമാവ് കുറച്ചൊക്കെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കും. നമ്മൾ കുറച്ച് നേരം കുഴച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പം മാവ് ഒത്തിരി അങ്ങ് കട്ടിയായി പോരുത്, ഒത്തിരി അങ്ങ് ലൂസും ആയി പോരുത്. അതുപോലെ കുഴച്ചെടുക്കുക. ഇപ്പം മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കാം. സേവനാഴിയിൽ നമ്മൾ ഈ പക്കവടയുടെ ചില്ല് ആദ്യം ഇട്ട് കൊടുക്കുക. ചില്ലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അതിലേക്ക് മാവൊക്കെ നിറച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ അതിലേക്ക് ഇതൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാവൊക്കെ വെക്കുമ്പോൾ ഒത്തിരി ഒട്ടി പിടിക്കാതെ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പക്കാവടയുടെ മാവ് സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കാം. മാവ് നമ്മൾ സേവനാഴിയിൽ നിറയ്ക്കുന്നതിന് മുമ്പ് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാക്കി ഇടുക. മാവ് നിറച്ചതിന് ശേഷം സേവനാഴി നന്നായിട്ട് മുറുക്കി അടയ്ക്കുക. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് സേവനാഴി ഇങ്ങനെ വൃത്താകൃതിയിൽ ഇങ്ങനെ ചുറ്റിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈവച്ച് തന്നെ ഇങ്ങനെ ഒന്ന് മുറിച്ചിടുക. ഇനി ഇതൊരു സൈഡ് നന്നായിട്ട് മൂക്കട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മൾ സേവനാഴി പിഴിയുമ്പോൾ കൈയൊന്നും ആവിയടിച്ച് പൊള്ളാതെ സൂക്ഷിക്കുക. അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടിട്ട് നന്നായിട്ട് ആ സൈഡും കൂടെ ഒന്ന് മൂപ്പിക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ പതയൊക്കെ ഒന്ന് നിന്ന് വരും. അപ്പോഴായിരിക്കും നന്നായിട്ട് മൂത്ത് കിട്ടുന്നത്. ഇപ്പം ഇതിൻ്റെ പതയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് 2 സൈഡും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയുള്ള പക്കാവടയും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പക്കാവടയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് ഇടാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. കറിവേപ്പില പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പം കറിവേപ്പിലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇനി വറുത്തെടുത്ത പക്കാവട നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് ചെറിയ പീസുകളായിട്ട് ഒടിച്ചെടുക്കണം. അതിനായിട്ട് ഇങ്ങനെ ഇതുപോലൊന്ന് ഒടിച്ചിട്ട് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് ചെറുതാക്കണ്ട, കുറച്ച് 1 ഇഞ്ച് നീളത്തിൽ മുറിച്ച് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പം എല്ലാം ഇതുപോലൊന്ന് മുറിച്ച് എടുക്കാം. ഇപ്പോൾ പക്കാവടയെല്ലാം ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തണുത്ത് പോകാതിരിക്കാൻ വേണ്ടി എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു നാടൻ 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചർണീസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്